ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഒരു ദുഃഖവാർത്തയുണ്ട്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ഓട്ടോയും KSRTC ബസ്സും കൂടെ കൂട്ടിയിടിച്ച് 3 പേര്, ഒരു കുടുംബത്തിലെ 3 പേര് മരണപ്പെട്ട കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. വല്ലാത്തൊരു വേദനയാണ് ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ. അതായത് പ്രതീക്ഷയുടെ എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം പാതി വഴിയിലേ നിലച്ചു പോകുമ്പോൾ, പാതി വഴിയിൽ വെച്ചത് നമ്മൾ കണ്ട സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കാതെ പോകുമ്പോഴുള്ള ഉണ്ടാവുന്ന വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത യാത്രയിലേക്ക് പോയിരിക്കുകയാണ് ഈ 3 പേരും. എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ആ കുടുംബത്തിന് ക്ഷമ നൽകണേ, ആ കുടുംബത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഒരു കുടുംബത്തില് അഷറഫ് ഖ, ഷാജിദ, ഫിദ, ഈ 3 പേരും ആ കുടുംബത്തിലെ എന്താ പറയാ ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു ആ നാട്ടിലും ആ കുടുംബത്തിനും. അഷ്റഫ് ഖാക്ക് 4 മക്കളാണ്. അതിലെ രണ്ടാമത്തെ മോളാണ് ഫിദ. +1 അഡ്മിഷന് വേണ്ടി പോകുന്ന വഴിക്കാണ് ഓട്ടോ ബസ്സിൽ തട്ടി 3 പേരും നാഥനിലേക്ക് മടങ്ങിയത്. ഷാജിദത്ത ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു മരണപ്പെട്ടത്. ഇക്കയും ഫിദമോളും അവിടെ നിന്ന് തന്നെ ജീവൻ പോയി. വല്ലാത്തൊരു വേദനയായിരുന്നു. നാട് മൊത്തം ചർച്ച ചെയ്യുന്ന ഈ ഒരു മരണം. എന്താ ചെയ്യാലേ? ആ കുടുംബത്തിനെ, അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള മക്കളെ, മൂത്ത പെൺകുട്ടി ഡിഗ്രിക്കാണ്, രണ്ടാമത്തെ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കാണ്, പിന്നെ ചെറിയൊരു ആളാണുള്ളത്. പ്രായം എനിക്ക് അത്ര ഇതില്ല, പക്ഷെ എന്താ ചെയ്യാ, അവരെല്ലാം അനാഥമാക്കിക്കൊണ്ട് ഈ ഒരു മരണം കേട്ടപ്പം അവരൊക്കെ എങ്ങനെ അത് സഹിക്കുന്നു എന്ന് എനിക്കറിയില്ല. അത്രത്തോളം വിഷമമുണ്ട്. ഓട്ടോ ഓടിച്ച് ഉപജീവനം മാർഗം കണ്ടെത്തുന്ന അഷ്റഫ് ഖ സ്വന്തം മകളുടെ പഠന കാര്യത്തിന് വേണ്ടി അഡ്മിഷൻ ഒക്കെയാണ് അവിടെ ചേർത്താനായിട്ട് പോയതാ. എന്താ പറയാ, പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് ആ സ്കൂളിലേക്ക്. അവിടേക്ക് പോകുന്ന വഴിക്കാണ് KSRTCയും ഇവർ സഞ്ചരിച്ച ഈ ഓട്ടോയും നല്ല ചേർത്തി ശരിക്കും ഇതായിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ വിഷ്വൽസ് ഒക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. എല്ലാവരും ഈ ന്യൂസ് കണ്ടതാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് എന്താ പറയാ, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.